നല്ല ആളാ. ചിലങ്ക എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്കും ഓടിക്കളഞ്ഞു അല്ലേ? ഞാൻ ഓടിയതൊന്നല്ല, അവിടെ ഒരു കൊരങ്ങുമ്പല്ലൊരു അപ്പൂപ്പനില്ലേ, അങ്ങേരെ എന്നെ പിടിച്ച് പുറത്താക്കിയതാ. സാരല്ല, ഇനി ആരും പുറത്താക്കില്ല. മോൻ വീട്ടിൽ വരുമോ? ആ അപ്പൂപ്പൻ അവിടെ ഉള്ളപ്പോ ആരെങ്കിലും വരുമോ? അയ്യോ, സത്യത്തിലെ അപ്പൂപ്പ പാവാ. ആ പാവൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നേരിയതെടുത്തേനെ എന്തൊരു ചാട്ടമ്മ ചാടിയത്. അപ്പൊ മോനെ കണ്ണമ്മയെ കാണണ്ടേ? കണ്ണമ്മ എന്ന് ഞങ്ങളെ വീട്ടില് വരുമല്ലോ. മോന് നൃത്തം കാണണ്ടേ? മോൻ വന്നാൽ ഞാൻ നൃത്തം ചെയ്യാം. പക്ഷേ ആ കിളവന്റെ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. മോനെ എന്നെ ഇഷ്ടല്ലേ? മോനെ എന്ന് അമ്പലത്തിൽ വന്നൂടെ? ഞാനും വരാം. നമുക്കിവിടെ ഒക്കെ കറങ്ങി നടക്കാം. എനിക്ക് മോനും ഒരു കൂട്ടാവും, മോന് ഞാനും ഒരു കൂട്ടാവും. ശരി, ഞാൻ വരാം. പറ്റിക്കടുത്ത് വരണം. ആ അവന്റെ അമ്മയുടെ നൃത്തം. വിശ്വം, എന്താ ഇത്? ഞാൻ ഇത്തിരി ഓവറാ. ഞാൻ ഇപ്പൊ എന്തെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണേട്ടൻ ക്ഷമിച്ചോളാ. നാളെ രാവിലെ ഞാൻ മാപ്പ് പറഞ്ഞു. വരൂ, വന്ന് കിടക്കൂ. എന്റെ മോനെവിടെ? അവൻ ഉറങ്ങി. ഉറങ്ങിയ? കിടന്നോളൂ. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചു കയറ്റി. നിന്നെ എങ്ങനെ കാണുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എനിക്ക് നാട്യശ്രീ പട്ടം കിട്ടാൻ പോണെന്ന് പത്രത്തിൽ കണ്ടു. നിന്റെ അഡ്രസ്സും മറ്റും തപ്പിപ്പിടിച്ചു വന്നത് എന്റെ കണവനാണ്. പിന്നെ അമ്പലത്തിലും വന്നൊന്ന് തൊഴുത് നിന്നെയും കണ്ടിട്ട് പോകാന്ന് കരുതി. കല്യാണമോ നീ അറിയിച്ചില്ല. ഹസ്ബൻഡിനെങ്കിലും കൂട്ടിട്ട് വരായിരുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചുമ്മാ പറഞ്ഞതല്ലേ. പുള്ളിക്കാരൻ പുറത്തുണ്ട്. റിയലി? എന്റെ അകത്തേക്ക് വിളിക്കാഞ്ഞത്? നിനക്കൊരു സർപ്രൈസ് തരാൻ ബാ. ഏട്ടത്തിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചവളെ പുറത്ത് നിർത്തിയതാ. ആളാകെ മാറിപ്പോയല്ലോ. ഐ ജസ്റ്റ് കാൻറ്റ് ബിലീവ് ഇറ്റ്. മനുഷ്യ ജീവിതമല്ലേ, അൺഎക്സ്പെക്ടഡ് വിൽ ഓൾവേസ് ഹാപ്പൻ. ആ, ഓർമ്മ ഒതുക്കലെ കഴിഞ്ഞെങ്കിൽ പോവാം. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പെണ്ണെ. അവസാനം നീ തന്നെ ജയിച്ചു. ജനനി, ആണുങ്ങൾ പൊതുവെ അല്പ ഈഗോ കൂടുതലുള്ളവരാണ്. അവരുടെ ഈഗോ സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി. അവരെ തിരുത്താനും ഭരിക്കാനും സ്നേഹിക്കാനും എല്ലാം നമുക്ക് കഴിയും. അവിടെയാണ് ഞാൻ ജയിച്ചതും നീ തോറ്റതും. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും താമസിച്ചു പോയി സിന്ധു. ഇറ്റ്സ് മൈ ഫേറ്റ്. തലയിലെടുത്ത് അനുഭവിച്ചല്ലേ തീരൂ. 8 വർഷം ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ നിന്റെ വരവുൾപ്പെടെ എല്ലാം എന്നെ കഴിഞ്ഞ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ആരും എന്നോട് പറയും പോലെ. പോട്ടെ, ഇപ്പൊ പുറപ്പെട്ടാലേ ഇരുട്ടു മുമ്പ് എത്തോളൂ. ബൈ. 점떨이다. 야가다리다. 연우 고군다리다. 고군다리 그러다가 점다리다.
തടിക്ക് ഡിടിക്ക് തക ഡിടിക്ക് ഡിങ്ക് തക ഡിങ്ക് താക്ക് തക ഡിങ് ഡിങ് താ തടിക്ക് ഡിടിക്ക് തക ഡിടിക്ക് ഡിങ്ക് തക ഡിങ്ക് താക്ക് തക ഡിങ് ഡിങ് താ തടിക്ക് ഡിടിക്ക് തക തക ത ഡിങ്ക് താ തടിക്ക് ഡിടിക്ക് തക തക ത ഡിങ്ക് താ തടിക്ക് ഡിടിക്ക് താ തടിക്ക് ഡിടിക്ക് താ തക തനാക്ക് താ തക ഗുജേക്ക് താ തടിക്ക് ഡിടിക്ക് താ തടിക്ക് തണക്ക് താ തടിക്ക് തണക്ക് താ തടിക്ക് തണക്ക് താ തടിക്ക് ഡിടിക്ക് താ തടിക്ക് തണക്ക് താ കൊട്ടാരത്തിലെ താമസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദാ ഇത് ദക്ഷിണ കൊടുത്ത് നല്ലൊരു ഗുരുവിനെ വിളിച്ച് അപ്പൂപ്പൻ ജതി ശരിക്ക് പഠിക്ക്. പുരുഷു, വിഷു വാ ഗോപാല, ഒരു ചായ വാങ്ങിച്ചേ. പുരുഷു, നിന്നെ ഈ നിലയിൽ ഇവിടെ അഭ്യസിച്ച വിദ്യ കൊണ്ട് അത് അഭ്യസിപ്പിച്ചവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വിദ്യക്ക് എന്ത് വിലയാണ് ഉള്ളത്? എന്നാലും നിന്റെ ചോരയിലുള്ള കല, നിന്റെ കൈകളിലെ താളം അതിപ്പോഴും പോയിട്ടില്ല. ശുപാർശയും കൈക്കൂലിയും ഉണ്ടെങ്കിലേ ഈ നാട്ടിലൊരു കലാകാരന് ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ജോലിക്കിറങ്ങിയത്. പണ്ട് ഞാൻ തോലി തേടി നടന്നത് എന്റെ മൃദംഗത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് തോലി തേടി നടക്കുന്നത് എന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്. ആ, അതെല്ലാം പോട്ടെ. നിന്നൊരു കച്ചേരിക്ക് വിളിക്കാനാണ് ഞാൻ വന്നത്. എന്റെ ജീവിതത്തിലെ അവസാനത്തെ കച്ചേരി. ഒരു മൃദംഗം കണ്ടിട്ട് എത്ര നാളായെന്ന് നിനക്കറിയാമോ? സാരമില്ല, എന്റെ സംഗീതം കേട്ടാൽ നിന്റെ കൈകളിൽ താനേ താളം വരും. നീ വരണം. വരില്ലെന്ന് പറയരുത്. ഞാൻ വരാം. ഉള്ളേറി ഉക്കാരുങ്കോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. சரிங்க. അതേരെ നീങ്കളാ? വീരമണി, നീ ഈ വേഷത്തില്? 10 காசு உண்டாக்குறதுக்கு அந்த வயலீனை வச்சு முடியாதுன்னு தெரிஞ்ச உடனே நான் வேற வேலையை தேடினேன். நீங்க எல்லாம் சொல்லவில்லையா காலேஜில வச்சு நான் பெரிய தமாஷக்காரன்னு? அந்த தமாஷை வச்சுதான் நான் இப்ப பொழைக்கிறேன். சர்க்கஸ்ல காமெடி காட்டுவேன். டெய்லி 20 ரூபா சாப்பாடு தனி. ஆமா, நீங்க எப்படி இங்க வந்தீங்க? ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഞാൻ വന്നത് നിന്നൊരു കച്ചേരിക്ക് വിളിക്കാനാ. ஐயோ கடவுளே, வாத்தியாரே എന്നെ മன்னித்து விடு. அந்த வயலீன் இப்ப எப்படி பிடிக்கணும்னு எனக்கு தெரியல. വിദ്വാൻ ഒരിക്കലും വിദ്യ മറക്കില്ല. എന്റെ അവസാനത്തെ കച്ചേരിയാണ്. വരില്ലെന്ന് നീ പറയരുത്. പഴയ ഒരു കൂട്ടുകാരന്റെ അവസാനത്തെ അപേക്ഷയാണെന്ന് കരുതിയെങ്കിലും നീ വരണം. വരില്ലേ? മോൻ വന്നേ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ എങ്ങനെയാ വിളിക്കണ്ടേ? ആര്? അതെ, അല്പം ബുദ്ധിമുട്ടാ. വളരെ നീണ്ടൊരു പേരാ.
കേക്കട്ടെ. മോൻ എന്റെ പേര് ഓർക്കാൻ പറ്റില്ല. വലിയ നീളമുള്ള പേരാ. പറഞ്ഞേ നോക്കട്ടെ. പറയട്ടെ. ജയജ്ഞാന ജനനി വിശ്വനാഥൻ. ഇത്രേ ഉള്ളൂ. എന്താ എളുപ്പം? പകുതി പേര് ഞാൻ പഠിച്ച കീർത്തനത്തിലുണ്ട്. ബാക്കി പകുതി പേര് എന്റെ അച്ഛന്റെയാ. വിശ്വനാഥൻ. പക്ഷേ വയസ്സിന് മൂത്തേരെ പേര് വിളിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെങ്ങനെയാ വിളിക്കാ? ജനനി എന്ന് വെച്ചാ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല. അമ്മ. മോൻ എന്നെ അമ്മയെന്ന് വിളിച്ചോളൂ. അമ്മ. കണ്ട ആട്ടക്കാരികളൊക്കെ അമ്മയാണ് പോലും. എന്റെ അമ്മയാണ്. ആരാ അവന്റെ? കൈക്ക് കരുത്ത് കൊള്ളുണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊള്ളൂ. ഇവൻ പറഞ്ഞു കേട്ടോ, നാട് നീളെ തേരാപ്പേര നടക്കുന്ന ചില തേവിടിച്ചുകൊണ്ടുകൊണ്ട് നടന്നിട്ട് അവനൊക്കെ അമ്മയാണെന്ന്. വിശ്വം, കുടിച്ച് ലക്കില്ലാതെ അനാവശ്യം പറയരുത്. കുട്ടികളല്ലേ? അതെ, ഞാൻ കുടിച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടനറിയോ ഞാൻ എന്തിനാ കുടിക്കുന്നതെന്ന്? കഴിഞ്ഞതെല്ലാം മറക്കാനല്ല, എല്ലാം ഓർക്കാൻ. ഓർത്തോർത്ത് എന്റെ പകയെ ഓമനിച്ച് വളർത്താൻ. എന്നിട്ട് അവളോട് അവളെയാണ് ഇവൻ അമ്മയെന്ന് വിളിച്ചത്. ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേരും. സ്വന്തം അമ്മയെ മകൻ അമ്മ എന്ന് വിളിച്ചതിൽ ഒരു കുറ്റവുമില്ല. അപ്പോ ഇത്രയും കാലം ഈ കൈകളിലിട്ട് ഒരു മുള്ളുകൊണ്ട് പോലും നോവിക്കാതെ ഒന്ന് കരയിക്കാതെ ഞാൻ അവനെ വളർത്തിയത് വെറുതെയാണോ? എന്റെ ലക്ഷ്യങ്ങളെല്ലാം തകർത്തിട്ട് എന്നെ ഒരു തൃണം പോലെ കണക്കാക്കിയിട്ട് അമ്മയെന്ന് പറഞ്ഞ ഒരു ദിവസം രാവിലെ അവൻ ഇറങ്ങിപ്പോയാൽ എനിക്ക് സഹിക്കാനാവില്ല കൃഷ്ണേട്ടാ. ഐ വോണ്ട് അലൗ ദാറ്റ്. ഓൻ അച്ഛനെ വിട്ടിട്ട് പോകൂ. മൃദംഗത്ത് തട്ടിയ കടത്തിന്റെ ശബ്ദം വരൂ. ആൽമരത്തിൽ ജമന്തി പൂ പൂക്കോ? കുയിലിന്റെ കൂട്ടിൽ കാക്കക്കുഞ്ഞുണ്ടാവൂ. വെള്ളത്തിൽ വിളക്കുകൾ കത്തുവോ? അച്ഛനെ വിട്ട് ചെമ്പ് പോവോ? ഞാനിതൊക്കെ പ്രതീക്ഷിച്ചാണ്. അന്ന് സാധനം ചെയ്തപ്പോൾ, ആരംഭത്തിൽ തന്നെ ഇതിന് താളം തെറ്റിയപ്പോൾ, ആ ചെക്കനെ ആദ്യമായി കണ്ടപ്പോൾ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷെ സംഭവിച്ചുകൂടാത്തൊക്കെ സംഭവിച്ചു. പക്ഷേ എത്രയോ വർഷമായിട്ട് ഞാൻ സ്വപ്നം കാണുന്ന ആ ദിവസം, അത് കഴിയുന്നത് വരെയും ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. ജനനി, ഈ അവസാന നിമിഷത്തിൽ നീ എല്ലാം തൊലയ്ക്കരുത്. പക വിട്ടാൻ എന്തൊക്കെയോ കണക്കൂട്ടലോടെയാണ് വിശ്വനാഥൻ അവനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അത് നീ അനുവദിക്കരുത്. ഞാനൊരു അമ്മയല്ലേ? 8 വർഷം നീ അത് മറന്ന് ജീവിച്ചില്ലേ? ഇനി 2 ദിവസം കൂടി, വെറും 2 ദിവസം, എന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി. അച്ഛന് വേണ്ടി ഞാൻ പലതും സഹിച്ചു, പലതും മറന്നു. പക്ഷെ എപ്പോഴെങ്കിലും അച്ഛൻ എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? എന്നിലെ സ്ത്രീയെയും ഭാര്യയും അമ്മയും എനിക്ക് എത്ര കാലം ചങ്ങലക്കിട്ട് നിർത്താൻ കഴിയും? ഇല്ല, എന്നെ കൊണ്ട് ഇനി വയ്യ. എന്നെ അല്പമെങ്കിലും എന്റെ അച്ഛനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അച്ഛന്റെ വികാരങ്ങളെ ഞാൻ എന്തിനു കൺസിഡർ ചെയ്യണം? ഇനി എന്റെ കാലുകൾ അനങ്ങണമെങ്കിൽ, എന്റെ ചിലങ്ക കിളുങ്ങണമെങ്കിൽ എന്റെ കുഞ്ഞിനെ അച്ഛൻ എനിക്ക് കൊണ്ടുതരണം. ജനനി,